അമിത്ഷാ 131 ഭരണഘടനാ ഭേദഗതിയിൽ കൂടി 3 നിയമങ്ങൾ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഒന്ന്, സ്ത്രീ സംവരണ നിയമം ആൾറെഡി പാസ്സാക്കിയതാണ്. അതിൽ ചില ഭേദഗതി വരുത്തിക്കൊണ്ട് ആ നിയമം. 2, ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കൂടി ഈ നിയമം ബാധകമാക്കിക്കൊണ്ടുള്ള യൂണിയൻ ടെറിട്ടറിയുടെ നിയമം. 3, ഡീലിമിറ്റേഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടുള്ള നിയമം. ഇത് 3 കൂടി ചേർന്നതാണ് 131 ഭരണഘടനാ ഭേദഗതി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, സ്ത്രീ സംവരണ നിയമം പാർലമെന്റിൽ ആൾറെഡി പാസ്സാക്കി കഴിഞ്ഞല്ലേ, പിന്നെന്തിനാ ഇപ്പോഴും വീണ്ടും ആ നിയമം കൊണ്ടുവരുന്നത്? അതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പം നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു, അതല്ല, ഡീലിമിറ്റേഷൻ ആ നിയമം അനുസരിച്ചാണെങ്കിൽ 23 നിയമം പാസ്സായി കഴിഞ്ഞതിന് ശേഷം വരുന്ന ആദ്യ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം നടപ്പിലാക്കണം. ഡീലിമിറ്റേഷൻ നടപ്പിലാക്കണം. അവരുദ്ദേശിക്കുന്നത് 543 അംഗ പാർലമെൻറ്റിൽ ഈ നിയമം നടപ്പിലാക്കാനല്ല, പകരം ഡീലിമിറ്റേഷൻ എക്സസൈസ് 2011 സെൻസസ് അനുസരിച്ച് നടത്തിക്കൊണ്ട് പാർലമെന്റിലെ അംഗസംഖ്യയെ 543 പകരം 850 ഉയർത്തി 815 സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ടും 30 ഈ യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുകൂടി എടുത്തുകൊണ്ട് 850 ആക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള ജനറൽ സീറ്റുകളെല്ലാം, പുരുഷാധിപത്യ ജനറൽ സീറ്റുകളെല്ലാം നിലനിർത്തുകയും പിന്നീട് വരുന്ന സീറ്റുകളിൽ അത്യാവശ്യം സ്ത്രീകൾക്ക് 33% കൊടുക്കേണ്ടുന്നത് കൊടുത്തുകൊണ്ടുള്ള നിയമമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 2023 നിയമം നടപ്പിലാക്കാൻ, ഞാൻ ആ നിയമത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതല്ല, 23 നിയമം നടപ്പിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ പാർലമെന്റിൽ ആ നിയമം പാസ്സാക്കിയപ്പോൾ, സ്ത്രീ സംവരണ നിയമം പാസ്സാക്കാൻ കഴിയാതെ വന്നപ്പോൾ, അത് പരാജയപ്പെട്ടപ്പോൾ ഗവൺമെൻറ് അത് പിൻവലിച്ചു. അതിൻ്റെ 2/3 ഭൂരിപക്ഷം ആ നിയമം പാസ്സാക്കുന്നതിന് വേണം എന്ന് മാത്രമല്ല, പകുതിയിലധികം സംസ്ഥാനങ്ങൾ കൂടി അത് അംഗീകരിക്കുക, റാറ്റിഫൈ ചെയ്യുകയും കൂടെ ചെയ്തെങ്കിലേ നിയമമാകൂ. അങ്ങനെ അവതരിപ്പിച്ച നിയമം പാസ്സാക്കാതിരിക്കുകയും അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ വിറളി പൂണ്ട അതിൻ്റെ അതിൻ്റെ ഒരു ദേഷ്യം തീർത്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുകൊണ്ടാണ് ഇപ്പം നേരിട്ടിറങ്ങി BJPക്ക് നിർദ്ദേശം കൊടുത്ത് അവരെ സഹായിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് മുഴുവൻ ആളുകളെയും മുഴുവൻ പാർട്ടികളെയും സമീപിച്ചുകൊണ്ട് അതിനെയൊക്കെ ഭിന്നിപ്പിച്ച് 2/3 ഭൂരിപക്ഷം, ഇപ്പം അത്രയില്ലല്ലോ, അവർക്ക് നേരത്തെ 400-ന് മുകളിൽ പോകുമെന്ന് പറഞ്ഞെങ്കിലും 303 നിൽക്കേണ്ടി വന്നില്ല, 203 നിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യം തീർക്കത്തക്കവണ്ണം MP-മാരെ വിലക്കെടുക്കുക, 2/3 ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഉറപ്പിക്കാൻ MP-മാരെ വിലക്കെടുത്തുകൊണ്ട് പകുതി സംസ്ഥാനങ്ങളിൽ അത് പാസ്സാക്കാൻ കഴിയത്തക്ക നിലയിൽ, പ്രമേയം പാസ്സാക്കാൻ കഴിയത്തക്ക നിലയിൽ MLA-മാരെ വിലക്കെടുത്തുകൊണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കൂടുതൽ വികലമാക്കുന്ന നിലയിലേക്ക് BJP പോയിക്കൊണ്ടു. പണ്ട് തൃണമൂലിനെ പിളർന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടിൽ ആ ജോലി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു, ബീഹാറിൽ പിളർന്നു, മധ്യപ്രദേശിൽ വേറെ ജോലി ചെയ്യുന്നു. MP-മാരെയും വിലയ്ക്ക് വാങ്ങിക്കും, MLA-മാരെയും വിലയ്ക്ക് വാങ്ങിക്കും. എവിടുന്നാണ് ഇത്രയും പണം BJPയുടെ കയ്യിൽ വരുന്നത്? ഓരോ MP-ക്കും 50 കോടിയോ അവർ ചോദിക്കുന്നതിൻ്റെ അത്രയും കോടി കൊടുത്തുകൊണ്ട് MP-മാരെ പാർട്ടി മാറി അവരിലേക്ക് വരാൻ, തൃണമൂലിൻ്റെ കൂടെ നിന്ന MP-മാരിൽ മിക്കവാറും എല്ലാവരും പോയി. വളരെ നാമമാത്രമായ കുറച്ച് പേരെ അവരെ കേസിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ എല്ലാവരെയും മാറ്റുക. MP-മാരെയും MLA-മാരെയും എല്ലാം വിലയ്ക്ക് വാങ്ങി 2/3 ഭൂരിപക്ഷം കൃത്രിമമായി ഇന്ത്യൻ പാർലമെന്റിൽ സ്വരൂപിക്കാനും നിയമസഭകളിൽ 50%-ലധികം ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്ത് പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള ജോലിയാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടത്.
അപ്പം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ടും കലുഷിതമാക്കുന്നതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രതയെ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, നിഷ്പക്ഷമായ നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം നടത്തിക്കൊണ്ടു പോകാൻ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് നേരിട്ട് ആളിനെ പിടിക്കാൻ വേണ്ടി കാലിമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പരിശ്രമത്തിൽ എങ്ങനെ ഇന്ത്യൻ ജനാധിപത്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയും? വളരെ ഗൗരവമായി ഇന്ത്യയിലെ ജനങ്ങൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കെപ്പോഴും അത് ബോധ്യപ്പെടുന്നത്. BJP ഇന്ന് നടത്തുന്ന പണം വാരി എറിഞ്ഞുകൊണ്ട് സംഘടനകളെ അല്ലിപ്പം വിലയ്ക്ക് വാങ്ങിക്കുന്നത്, സംഘടനയും അതിലേക്കൊന്നും പോകുന്നില്ല. ജയിച്ചു വരുന്ന MP-മാരെ വിലക്കെടുക്കുക, ജയിച്ചു വരുന്ന MLA-മാർ, അവർ ഏത് പാർട്ടി ആയിക്കോട്ടെ, അവർ ഏത് മുന്നണിയിൽപ്പെട്ടവരായിക്കോട്ടെ, അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അതിനെല്ലാം കളയും. അതൊന്നും നോക്കാതെ വിലയ്ക്ക് വാങ്ങി. നിങ്ങൾക്കറിയാം, ഞാനതിൽ വേറെ രാഷ്ട്രീയമായ വിഷയങ്ങളിലേക്ക് ഒന്നിലും പോകാതെ പറയുക, ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് 20% വരുന്നതാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ. എല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലൊന്നും ഭരണകക്ഷിയുടെ ഭാഗമായി ഒരു സിംഗിൾ മതന്യൂനപക്ഷ വിഭാഗത്തിലെ MP-മാരില്ല, MLA-മാരില്ല എന്നത് ഇന്ത്യയിലെ മതേതരത്വ ജനപ്രാതിനിധ്യ സഭയിലെ ഏറ്റവും വലിയ കളങ്കമാണ്. ഒരാളുമില്ല. UP-യിൽ ഭരണകക്ഷി MLA ആയി ഒരു മതന്യൂനപക്ഷ വിഭാഗവുമില്ല. MP-യിലില്ല, രാജസ്ഥാനിലില്ല, ഗുജറാത്തിലില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഭാഗമായിട്ട് വരുന്ന പാർലമെൻറ്റിലെ അംഗസംഖ്യയിലും അതില്ല. എന്നാൽ അവരെ സഹായിക്കാനും അവർക്ക് വിരുദ്ധമായിട്ട് ഉള്ള വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിലും അതിലും പാർട്ടികളെയും സംഘടനയും അവർ വിലക്കെടുക്കും. ബീഹാറിലെ എല്ലാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടിയുടെ OIC എടുക്കുന്ന നിലപാട് BJP വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കഴിയുന്ന മാർഗം ഏതാണെന്ന് ആലോചിച്ചുകൊണ്ട് അതിൻ്റെ നിലപാടെടുക്കും. അപ്പോൾ ആ വോട്ട് രണ്ടായിട്ട്. അപ്പോഴും ആ ഗെയിമിൽ ജയിക്കുന്നത് BJP-യാണ്. അതിൻ്റെ ഉപകരണങ്ങളായി പലരും പണം വാങ്ങിക്കൊണ്ട്, കോടികൾ വാങ്ങിച്ചുകൊണ്ട് അവരതിൽ പങ്കാളികളാണ്. ഞാനതിൻ്റെ മറ്റ് രാഷ്ട്രീയ വശങ്ങളിലേക്ക് പോയി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അത് അതിൻ്റെ പൂർണ്ണമായ പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഞങ്ങൾ പിന്നെ ഇത്തവണത്തെ ഇലക്ഷൻ കമ്മീഷനെ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്, അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അമേരിക്കയായാലും ജർമ്മനി ആയാലും UK ആയാലും അവരെല്ലാവരും പേപ്പർ ബാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഞാനെന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഇത് വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എംപ്ലോയി ഫ്രണ്ട്ലി സിസ്റ്റം. ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യമാണ്. ഒറ്റ ഞെക്കിയാൽ ആ വോട്ടിൻ്റെ നമ്പർ അവർക്ക് കിട്ടുന്നു. അത് മാനിപ്പുലേറ്റ് ചെയ്തായാലും അല്ലെങ്കിലും ആ നമ്പർ കിട്ടുന്നു, അത് ടാബ്ലേറ്റ് ചെയ്യുന്നു, അവർക്ക് വീട്ടിൽ പോകാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വോട്ടർ ഫ്രണ്ട്ലി. വോട്ടർക്ക് അനുകൂലമായിട്ടുള്ള, വോട്ടറുടെ യഥാർത്ഥ പ്രതികരണം അറിയാൻ കഴിയുന്നതല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇന്ന് എവിടെ വേണമെങ്കിലും രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ടും ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിൽ കൂടി ഒരു ബട്ടൺ ഞെക്കിയാൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റിന് പോലും അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുന്ന കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഏതെങ്കിലും ഒരു മാറ്റം വരുത്തുന്നതിന് ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല. എല്ലാ മെഷീനിലും മാറ്റം വരുത്തണം എന്നല്ല പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ലായിരിക്കും.
പക്ഷേ ചില ബൂത്തുകളിൽ ചില മണ്ഡലങ്ങളിൽ അതിൽ മാറ്റം വരുത്തണമെന്ന് സയൻറ്റിഫിക്കായി തീരുമാനിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യഥാർത്ഥത്തിൽ ഒരു പൗരൻ്റെ അവൻ്റെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ അവൻ്റെ മനസ്സെന്താണ്, അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ്റെ വോട്ട് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ വരണം എന്നില്ല. അത് മാറ്റങ്ങൾക്ക് വിധേയം, മാറ്റം വരുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് ഇതിൻ്റെ പവിത്രത നിലനിർത്താൻ ഒരു വലിയ പരിധിവരെ സഹായകരമായിട്ടുള്ളത്. അതുപോലെ അവർ കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്, ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു നിഗമനത്തിൽ CAA നിയമം 2019 ആഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുമ്പോൾ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ, ആ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒരു മതവിഭാഗത്തെ മാത്രം ഒഴിവാക്കി നിർത്തിയതിൻ്റെ പുറകിൽ ഗവൺമെൻറ്റിന് ഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ എന്നിട്ടും ആസാമിലും ചില സംസ്ഥാനങ്ങളിൽ അല്ലാതെ NPR രജിസ്റ്റർ മുഖേന, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ മുഖേന വലിയ എക്സസൈസ് ഒന്നും അവിടെ തന്നെ 19 ലക്ഷം ആളുകളെ അതിൽ മാറ്റി. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ പാർലമെൻറ്റിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പുതിയ നിയമം പാസാക്കുകയും ആ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിൽ 2 പേർ, തിരഞ്ഞെടുക്കുന്നതിനുള്ള സംവിധാനത്തിൽ 2 പേർ, പ്രധാനമന്ത്രി ഒന്ന്, പിന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മുതിർന്ന ക്യാബിനറ്റ് മന്ത്രി, ഇപ്പോഴ് അമിത്ഷായാണ്, അവർ 2 കൂടിയാണെന്ന് വന്ന് പുതിയ കമ്മീഷനെ കൊണ്ടുവന്നപ്പോൾ വളരെ വിദഗ്ധമായി എത്രയോ എളുപ്പത്തിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ SIRൽ കൂടി വോട്ടർ പട്ടിക ശുദ്ധീകരണമെന്നുള്ള പേരിൽ അവരത് നടപ്പിലാക്കി. 19 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ SIR നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭ്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് 5,18,00,000 ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത്. അതിൽ സത്യം പറഞ്ഞ നമ്മുടെ രാജഗോപാലും വരും, നോബൽ പ്രൈസ് ജേതാവായ അമർത്യ സെൻ്റെ പേര് പോലും അവർ വെട്ടിക്കളാം, ബംഗാളി. അവർക്കൊക്കെ അത് തിരിച്ച് ഇപ്പം രാജഗോപാലിൻ്റെ കാര്യത്തിൽ ഒരു പരിഗണന എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന 5,000 10,000 ആളുകൾക്ക് പിന്നെ തിരിച്ചു കിട്ടുമെന്ന് വെച്ചു, വോട്ടർ പട്ടികയിൽ പേര് കിട്ടുമെന്ന് വെച്ചു. ബാക്കി വരുന്ന 5,18,00,000 ആളുകളിൽ എത്ര പേർക്ക് ആ വോട്ടവകാശം തിരിച്ചു കിട്ടും? വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്താൻ കഴിയും? ബാക്കി അവശേഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടി SIR പൂർത്തിയാക്കി കഴിയുമ്പോൾ CAA നിയമത്തിൽ കൂടി നടപ്പിലാക്കാൻ കഴിയാത്ത 10 കോടിയോളം ആളുകളെ, ഇന്ത്യൻ പൗരന്മാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും അതിൽ കൂടി ഇന്ത്യൻ പൗരത്വം നിഷേധിക്കാനും കഴിയുന്ന നിലയിലേക്ക് ഈ ഗവൺമെന്റിനെ കൊണ്ടുചെന്നെത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന അവരുടെ ഉപകരണത്തിന് കഴിയും. ഇലക്ഷൻ കമ്മീഷൻ എന്ന ഉപകരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫലപ്രദമായി മോദി സർക്കാർ ചെയ്യുക. അതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് നാഗ്പൂര്. അവരാണ് അവിടെ നിന്ന് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പോഴത്തെ 5,18,00,000 എന്ന് പറയുന്നത് കൊണ്ട് തീർന്നില്ല, അത് പ്രോസസ്സ് ഇനിയും നടക്കും. അപ്പോൾ SIRൽ കൂടി ഈ തെരഞ്ഞെടുപ്പിലെ കോടിക്കണക്കിന് ആളുകളുടെ വോട്ടവകാശമാണ് ഇല്ലാതാവുന്നത്. ഞാൻ അവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞൊരു കാര്യം, എവരി സിറ്റിസൺ ഇൻ ഇന്ത്യ, അങ്ങനെയാണ് ആർട്ടിക്കിൾ 326, എവരി സിറ്റിസൺ ഇൻ ഇന്ത്യ ഷാൽ ബി എലിജിബിൾ ഫോർ രജിസ്റ്ററിങ് ഹിസ് നെയിം ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റ്. ഒരു വോട്ടർ എന്നുള്ള നിലയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. എവരി സിറ്റിസൺ, എല്ലാ ആളുകൾക്കുമില്ല. എവരി സിറ്റിസൺ, പൗരന് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയൂ. ആ പൗരത്വം എങ്ങനെയാണ് തെളിയിക്കുന്നത്? അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജിയോഗ്രഫിക്കൽ ടെറിട്ടറി 47 ശേഷം ഇന്ത്യ എന്ന ആ ഭൂമിയുടെ ആ ടെറിട്ടറിക്കകത്ത് ജനിക്കുന്നവരെല്ലാം ഇന്ത്യൻ പൗരനാണെന്നുള്ളതാണ് കൺസെപ്റ്റ്. അല്ല വേറെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇൻക്ലൂഡിങ് CPI ഉൾപ്പെടെ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്
ഏറ്റവും നല്ല ഒരു വിശദീകരണം നൽകിയത് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അമേരിക്കയിലെ സുപ്രീം കോടതിയാണ്. ട്രംപ് അവിടെ നിയമം കൊണ്ടുവന്നപ്പോൾ അമേരിക്കയിലെ സുപ്രീം കോടതി പറഞ്ഞു, അമേരിക്കയിൽ ജനിച്ചവർക്ക് ജന്മാവകാശം കൊണ്ട് അവർ അമേരിക്കൻ പൗരന്മാരാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ചാൽ മതി, ഇന്ത്യയിൽ ജനിച്ചാൽ മതി, ആ ജന്മാവകാശമാണ് നമ്മുടെ പൗരത്വം. അവിടെ 5,18,00,000 ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അവർ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് ആ പൗരത്വം കൊടുത്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ അവരുടെ പേര് പുനഃസ്ഥാപിക്കാൻ കഴിയും, ഗവൺമെൻറ് വിചാരിച്ചാൽ, ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷൻ. അതിനെ അവരെ കൊണ്ട് ആ നിലയിൽ ചിന്തിപ്പിക്കാനും വിചാരിപ്പിക്കാനുള്ള ബാധ്യതയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. അതിലേക്കുള്ള പ്രക്ഷോഭത്തിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശുദ്ധി പ്രക്രിയ നടത്തുകയാണെങ്കിൽ ആ വോട്ടർ പട്ടികയുടെ ഇപ്പോഴത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എക്സസൈസ് അവസാനിപ്പിക്കുകയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സ്ഥാനത്ത് പേപ്പർ ബാലറ്റ്, ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിൽ പോകാനുള്ള സൗകര്യം നോക്കി ആളുകളുടെ വോട്ടവകാശത്തെ ഇല്ലാതാക്കാൻ പാടില്ല. അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ആവാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിൽ ഗവൺമെൻറ്റിനുള്ള എക്സിക്യൂട്ടീവിനുള്ള അപ്രമാദിത്വം ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവട്ടെ. ഇന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വളരെ വിശ്വസ്ത വിധേയനായി നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊക്കെ മാറ്റം വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിൻ്റെ പവിത്രതയോടുകൂടി നിലനിർത്താൻ നമുക്ക് കഴിയുന്നത്. പാർലമെൻ്ററി ഡെമോക്രസിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജനാധിപത്യത്തിൽ ആ പ്രാധാന്യം ജനങ്ങളുടെ അവരുടെ മനസ്സിലെ ആഗ്രഹം, അത് അവരെ 5 വർഷത്തിൽ ഒരിക്കൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവകാശം ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ ആ പവിത്രതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏത് നീക്കത്തിനെതിരെയും ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും ഏത് പാർട്ടിയുടെ പേരിലായാലും അതിൽ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയൂ. ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ ആ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയണം. ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ജനങ്ങൾക്ക് ഫ്രീയായി സ്വതന്ത്രമായി അവരുടെ ചിന്തകളെ പ്രതിഫലിപ്പിക്കാൻ കഴിയണം.